ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുമ്പോൾ പ്രിന്റ് ഓൺ ഡിമാൻഡ് ആണോ അതോ ഹോം ബേസ്ഡ് പ്രൊഡക്ട്സ് ആണോ ബെറ്റർ? അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്തൊക്കെയാണ്? അതെ, പ്രിന്റ് ഓൺ ഡിമാൻഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് നമ്മളിപ്പോൾ ഹോം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ കിച്ചൺ പ്രോഡക്ട്സിന് ആ ഡ്രോപ്പ് ഷിപ്പിങ്ങിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററാണ്. കാരണം നമുക്കൊരു യുണീക്ക്നെസ് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഈ പ്രിന്റ് ഓൺ ഡിമാൻഡ് ഡ്രോപ്പ് ഷിപ്പിങ്ങിലെ ഏറ്റവും ബെറ്ററായിട്ടൊരു കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ പ്രിന്റ് ഓൺ ഡിമാൻഡ് കേസ് എടുക്കുകയാണെങ്കിൽ പ്രിന്റ് ഓൺ ഡിമാൻഡ് സപ്ലൈസ്, ഇവിടെയുള്ള സപ്ലൈസ് കൂടുതലും നമുക്ക് തരുന്ന ഒരു പ്രോഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ ക്ലോത്തിങ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഇപ്പോൾ റൗണ്ട് നെക്ക് ടീസ്, പോളോസ്, സ്വെറ്റ് ഷർട്ട്സ്, അങ്ങനെയൊക്കെയുള്ള ഒരു കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് കാറ്റഗറിയാണ് ഇന്ത്യയിലുള്ള പ്രിന്റ് ഓൺ ഡിമാൻഡ് സപ്ലൈസിൻ്റെ ഉള്ളത്. ഈവൻ ദോ അത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോറിൻ ഇൻ്റർനാഷണൽ വീഡിയോസ് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ആ പ്രിന്റ് ഓൺ ഡിമാൻഡ് സപ്ലൈസിന് മെർച്ചൻഡൈസ് കൈൻഡ് ഓഫ് പ്രോഡക്ട്സുകളും അവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ ഈ ഇങ്ങനെയുള്ള ക്ലോത്തിങ് പ്രോഡക്ട്സുകൾ മാത്രമാണ് കൂടുതലുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഒരു പ്രിന്റ് ഓൺ ഡിമാൻഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു യുണീക്ക്നെസ് അവിടെ കൊണ്ടുവരാൻ പറ്റും. മെയിൻലി ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഡിസൈൻ, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈൻ, ആ ഡിസൈൻ നമ്മളേത് മാത്രമായിട്ടുള്ള യുണീക്ക്നെസ് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ഈ നോർമൽ പ്രോഡക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങളൊരു സപ്ലൈൻ്റെ നിന്ന് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആ സെയിം കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ഒരുപാട് പേരുടെ കാണും. ഇപ്പോൾ ആമസോൺ പോലെയുള്ള മാർക്കറ്റ് പ്ലേസസിൽ കാണും. അപ്പോൾ അത് അവിടെ ഒരു യുണീക്ക്നെസ് മാറും. പിന്നെ എന്താ പറയുക, ഒരു കോമ്പറ്റീഷൻസ് ബിൽഡ് ചെയ്യും. പക്ഷേ പ്രിന്റ് ഓൺ ഡിമാൻഡിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടേത് മാത്രമായിട്ട് ഒരു യുണീക്ക് പ്രോഡക്റ്റായിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഇത് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെയുള്ള പ്രിന്റ് ഓൺ ഡിമാൻഡ് സപ്ലൈസ് കൂടുതലും ഓട്ടോമേറ്റഡ് ആയിട്ട് ഇപ്പം ക്വിക്കിംഗ്, പ്രിൻട്രോ പോലെയുള്ള സപ്ലൈസുകളുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള പൈനിയേഴ്സ് ആയിട്ടുള്ള പ്രിന്റ് ഓൺ ഡിമാൻഡ് സപ്ലൈസ് ആണ് ഇന്ത്യയിലുള്ള. അപ്പോൾ അവരെ പ്ലാറ്റ്ഫോംസ് ഒക്കെ കംപ്ലീറ്റ്ലി നമുക്ക് ഇപ്പോൾ ഷോപ്പിഫൈ പോലത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു ഓട്ടോമേഷൻ മോഡലിൽ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ₹1 സാധനങ്ങൾ പോലും ആദ്യമേ വാങ്ങിച്ചു വയ്ക്കേണ്ട. വൺസ് സെയിൽ വന്ന ശേഷം മാത്രം അവരുടെ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ജസ്റ്റ് ഒരു വാലറ്റ് റീചാർജ് ചെയ്ത് നമുക്ക് വളരെ ഓട്ടോമേറ്റ് ആയിട്ട് ആ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗുണങ്ങൾ പ്രിന്റ് ഓൺ ഡിമാൻഡ് ഡ്രോപ്പ് ഷിപ്പിങ്ങിലുണ്ട്. മാത്രമല്ല നമുക്കൊരു ഈ പറഞ്ഞ യുണീക്ക്നെസ് ഉള്ളതുകൊണ്ട് വൺസ് നിങ്ങൾക്കത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ, നിങ്ങളുടെ ആ ഡിസൈൻസൊക്കെ, നിങ്ങൾ ഇടുന്ന ഡിസൈൻസൊക്കെ വർക്കൗട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈവൻച്വലി അതൊരു ക്ലോത്തിങ് ബ്രാൻഡിലോട്ട് നിങ്ങൾക്കത് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നല്ലൊരു ഓപ്ഷൻസ് നമുക്കിന്ന് ഈ പ്രിന്റ് ഓൺ ഡിമാൻഡ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളിപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾ ഇ കോമേഴ്സിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തീർച്ചയായും ഡ്രോപ്പ് ഷിപ്പിംഗ് തന്നെ പോവുക. നിങ്ങളുടെ ലേണിംഗ് ഫേസ് ഡ്രോപ്പ് ഷിപ്പിംഗ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതിൽ ഈ ഹോം ബേസ്ഡ്, കിച്ചൺ ബേസ്ഡ് പ്രോഡക്ട്സ്, ഏതെങ്കിലും ഒരു റാൻഡം ചൈനീസ് പ്രോഡക്ട്സ് ഒക്കെ എടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് പ്രിന്റ് ഓൺ ഡിമാൻഡ് തന്നെയാണ്. പ്രിന്റ് ഓൺ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി നല്ലൊരു യുണീക്ക് പ്രോഡക്റ്റ് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല നല്ല ഇവരുടെ ക്വാളിറ്റിയൊക്കെ ബെറ്റർ ആണ്. ഇപ്പോൾ ഉള്ള പ്രിന്റ് ഓൺ ഡിമാൻഡ് സപ്ലൈസിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇപ്പോൾ അവർ തരുന്ന പ്രൈസസിന് അത് വർത്താണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ്, കസ്റ്റമർ തെറ്റ് പറയാത്ത നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓട്ടോമേഷൻസ്, നിങ്ങൾ നല്ല രീതിയിലുള്ള ഓട്ടോമേഷൻസ് അതിനകത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും ബെറ്ററാണ്. നമ്മളിപ്പോൾ മറ്റേ ഒരു ഹോം ബേസ്ഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഒരു ചൈന പ്രോഡക്റ്റ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഇന്ത്യയിൽ പ്രിന്റ് ഓൺ ഡിമാൻഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് തന്നെയാണ്. അപ്പോൾ ഇപ്പം പ്രിന്റ് ഓൺ ഡിമാൻഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ടോ? പ്രോഫിറ്റബിലിറ്റിയുടെ കേസ് വരുമ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സപ്ലയറിന്, നമ്മളിപ്പോൾ ഒരു പ്രിന്റ് ഓൺ ഡിമാൻഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് സപ്ലയർ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ക്വിക്കിംഗ് എന്ന് പറഞ്ഞൊരു സപ്ലയർ ഉണ്ട്. ഇവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ഓൺ ഡിമാൻഡ് സപ്ലയറാണ്. അപ്പോൾ ഞാനും നമ്മളെ കമ്മ്യൂണിറ്റിയിലെ ക്വിക്കിംഗ് ഇത് അവരുടെ അടുത്ത് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം ക്വിക്കിംഗ് അത്യാവശ്യം നല്ലൊരു സർവീസ് കൊടുക്കുന്നുണ്ട്, നല്ലൊരു സോഫ്റ്റ്വെയർ ഉണ്ട് അവർക്ക്. അപ്പോൾ ഇവരുടെ ഒരു പോർട്ടലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ പ്രോഡക്റ്റാണ് നമുക്ക് തരുന്നത്. ഓരോ പ്രോഡക്ട്സ് ഇപ്പോൾ നമ്മളുടെ സെയിൽ അനുസരിച്ച് ഓരോരോ പ്രോഡക്ട്സ് ആണ് അവർ നമുക്ക് എന്താ പറയുക, അത് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളുടെ കസ്റ്റമറിലോട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യവും നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വലായിട്ട് എടുക്കുമ്പോൾ, ഒരു പ്രോഡക്റ്റ് ഇൻഡിവിജ്വലായിട്ട് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടൊരു കോസ്റ്റ് വരും. കാരണം അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യേണ്ട റിസോഴ്സസ് കോസ്റ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നൊരു ക്വിക്കിങ്ങിലൊക്കെ കയറി നമ്മളൊരു റൗണ്ട് നെക്ക് ടീഷർട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു ₹250 പ്ലസ് നമുക്കൊരു കോസ്റ്റ് ടീഷർട്ടിന് മാത്രം മതി. പിന്നെ ഷിപ്പിംഗ് കോസ്റ്റ് ഒക്കെ വേറെ. അപ്പോൾ നമുക്ക് ഒരു പ്രോഡക്റ്റ് തന്നെ പ്രോസസ്സ് ചെയ്യാൻ ഓൾമോസ്റ്റ് ₹350 പ്ലസ് നമുക്കവിടെ കോസ്റ്റ് വരും. അപ്പോൾ അത് ആ സെയിം സാധനം നമ്മളൊരു 599 അല്ലെങ്കിൽ 699 ഒക്കെ ആയിരിക്കും നമുക്ക് മാക്സിമം റീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓൺലൈനിൽ വിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ, ആ മെട്രിക്സ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും. പക്ഷേ ഈ പ്രിന്റ് ഓൺ ഡിമാൻഡ് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി പ്രോഫിറ്റബിൾ ആയിട്ടൊരു ബിസിനസ്സിന് ഇങ്ങനെ പെട്ടെന്ന് സ്കെയിൽ ചെയ്ത് കൊണ്ടുപോകാനല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇ കോമേഴ്സ് നമുക്ക് പെട്ടെന്ന് നമുക്ക് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റില്ല. അത് ഗ്രാജുവലായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. അപ്പോൾ അത് നമുക്ക് പ്രിന്റ് ഓൺ ഡിമാൻഡ് ചെയ്ത് നമുക്കൊരു ബിസിനസ് വാലിഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, മിക്കവരും എന്താ ചെയ്യുക, ആദ്യമേ ഒരു ബൾക്ക് പ്രോഡക്ട്സ് ഇപ്പോൾ ഏതെങ്കിലും മാനുഫാക്ചറിൻ്റെ എടുത്ത് വയ്ക്കും.
ഇപ്പോൾ തന്നെ ഒരു 2-3 ലക്ഷത്തിൻ്റെ മിനിമം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിനെയൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് 1 രൂപയുടെ ഇൻവെൻട്രി പോലും എടുത്ത് വയ്ക്കാതെ നമ്മൾ ഇടുന്ന ഡിസൈൻസ് നല്ലൊരു ഷോപ്പിഫൈ പോലത്തെ ഒരു നല്ലൊരു സ്റ്റോറിൽ നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു നല്ലൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് നമുക്കൊരു ബ്രാൻഡ് നമുക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് 1 രൂപയുടെ ഇൻവെൻട്രി പോലും വേണ്ട. വൺസ് ആ ബ്രാൻഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനെ മാർക്കറ്റ് ചെയ്ത് നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ നമുക്ക് ഈ ക്വിക്കിംഗ് പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിൻ്റ് ഓൺ ഡിമാൻഡ് സപ്ലൈനെ നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെയുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് 1 രൂപയുടെ ഇൻവെൻട്രി ഇല്ലാതെ നമ്മളുടെ പ്രോഡക്റ്റ്സ് നമുക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു പ്രിൻ്റ് ഓൺ ഡിമാൻഡ് സപ്ലൈനെ കാണാം. വൺസ് നിങ്ങളിപ്പോൾ ടെസ്റ്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ 10, 200 ഒരു 300 ഒക്കെ ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിസൈൻസിൽ ഏതൊക്കെ ഡിസൈൻസ് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ആ ക്വിക്കിങ്ങിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രിൻ്റ് ഓൺ ഡിമാൻഡ് സപ്ലയറിന് കൊടുക്കുന്ന ആ ഒരു സോഴ്സ് അവിടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് മാനുഫാക്ചറിൻ്റെ അടുത്ത് പോകാം. ആ പർട്ടിക്കുലർ വിന്നിങ് ആവുന്ന ഡിസൈൻസുകൾ മാത്രം, അല്ലെങ്കിൽ വിന്നിങ് ആവുന്ന നിങ്ങളുടെ പ്രോഡക്ട്സ് മാത്രം. അപ്പോൾ അത് നിങ്ങൾ കുറച്ചുകൂടെ ഒരു സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ബിസിനസ് തന്നെ കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഏറ്റവും ലോവസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡാണ് നമ്മൾ ഈ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ചെയ്യുമ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ യൂഷ്വലി എല്ലാ ഇ-കോമേഴ്സ് ബിസിനസ്സും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ലോവസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു നല്ലൊരു ക്ലോത്തിങ് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രിൻ്റ് ഓൺ ഡിമാൻഡിനെ യൂസ് ചെയ്യാം. അല്ലാതെ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ചെയ്തെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു പ്രോഫിറ്റ് ഭയങ്കര രീതിയിൽ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാടാണ്. കാരണം ഒരു ഇൻഡിവിജ്വൽ കോസ്റ്റിന് അവിടെ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ബിസിനസ് വാലിഡേഷന് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ലേണിംഗ് ഫേസസ് ഒക്കെ നിങ്ങൾക്ക് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് യൂസ് ചെയ്തിട്ട് ഇവഞ്ച്വലി നിങ്ങൾക്ക് വിന്നിങ് ആവുന്ന പ്രോഡക്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് മാനുഫാക്ചറിൻ്റെ അടുത്ത് പോയി നല്ല ക്വാളിറ്റിയിൽ കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റിയിൽ നിങ്ങളുടെ ഓൺ ബ്രാൻഡ് ടാഗ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് നല്ലൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഒരു 1 ഇയർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയുടെ ഒരു കാര്യം. അപ്പോൾ ഈ രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുമ്പോഴുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയായിരിക്കും? അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഇൻഡിവിജ്വൽ കോസ്റ്റ് കൂടുതലാണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ചെയ്യുമ്പോൾ. നമ്മളൊരു ഡയറക്റ്റ് മാനുഫാക്ചറിൻ്റെ അടുത്ത് പോയി ബൾക്ക് എടുക്കുന്നതിനേക്കാളും കോസ്റ്റ് ഇവിടെ കൂടുതലായിരിക്കും. അതൊരു നെഗറ്റീവായിട്ട് പറയാം. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അത് നമുക്കൊരു ബിസിനസ് വാലിഡേഷന് വേണ്ടി നമുക്ക് ഓക്കെ, അത് നമുക്ക് ആ ഇത് നെഗറ്റീവ് അല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വേറൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഈ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് സപ്ലൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡിലേ ആണ്. ഒരു പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു പ്രിൻ്റ് ഓൺ ഡിമാൻഡിന് വേണ്ടി തന്നെയാണ് ആ ഒരു സപ്ലൈസ് കംപ്ലീറ്റ് ആയിട്ട് അവരെ കമ്പനി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു 10 ഓർഡർ കൊടുക്കുകയാണ്. ഇപ്പോൾ 10 ഓർഡറിലും 10 ഡിസൈൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു 100 കണക്കിന് ആളുകൾ ചിലപ്പോൾ അവർക്കുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഒരു ദിവസം ഒരു 100 അല്ല 500+ ഓർഡേഴ്സ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഓർഡേഴ്സിലുള്ള എല്ലാ ഡിസൈൻസും അവർ പ്രിൻറ്റ് ചെയ്തിട്ട് ഇൻഡിവിജ്വലി ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ക്ലോത്ത് കളറിൽ ഫ്യൂസ് ചെയ്താണ് എസ്പെഷ്യലി DTF DTG പോലെയുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ച് ആ ഡിസൈൻ ഫ്യൂസ് ചെയ്താണ് അവർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വൺസ് ഒരുപാട് ആളുകൾ ഇപ്പോൾ അവരുടെ കമ്പനിയിൽ ആ ഒരു സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഡിലേസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 2 വർക്കിംഗ് ഡേയ്സ് ഒക്കെയാണ് ഈ ഒരു പ്രിൻ്റ് ഓൺ ഡിമാൻഡ് സപ്ലൈസ് നമുക്ക് ടൈം പറയുന്നത് അങ്ങനെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. പക്ഷേ സം കേസസ് ഇപ്പോൾ അവർക്ക് ഒരുപാട് വർക്ക് ലോഡ് വരികയാണെങ്കിൽ വർക്ക് ലോഡ് ഒരുപാടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിലേ വരും. ഇപ്പോൾ 3-4 ദിവസം എടുക്കും നമ്മളുടെ പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് ഷിപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് അൾട്ടിമേറ്റ്ലി നമ്മൾ എൻ കസ്റ്റമറിലോട്ട് എത്തുമ്പോൾ ഒരു 7-8 ഡേയ്സ് ഒക്കെ എടുക്കും. അപ്പോൾ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ സമയത്ത് ഒരു COD ഓർഡറൊക്കെ ആണെങ്കിൽ ആക്ച്വലി നമുക്ക് ചിലപ്പോൾ അത് റിട്ടേൺ ഒക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഈ പ്രിൻ്റ് ഓൺ ഡിമാൻഡിലെ വേറൊരു കേസ് ഇപ്പോൾ നമുക്ക് COD ഓർഡേഴ്സും പ്രിൻ്റ് ഓൺ ഡിമാൻഡ് സപ്ലൈസിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളുടെ COD ഓർഡർ നമ്മളുടെ എൻ കസ്റ്റമറിന് കൊടുത്തതിന് ശേഷം ആ ഒരു പ്രൈസ് അവർ കളക്ട് ചെയ്തിട്ട് നമുക്ക് റെമിറ്റ് ചെയ്യും. അങ്ങനെയാണ് മിക്ക COD സപ്ലൈസിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക നമുക്കൊരു ഷിപ്പിംഗ് ഡിലേയുടെ നെഗറ്റീവ് വരാനുള്ള ചാൻസസ് പ്രിൻ്റ് ഓൺ ഡിമാൻഡിലുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കവർ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒരു സപ്ലയറിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സപ്ലൈസിനെ വേണമെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ ഈ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് നമ്മളിപ്പോൾ ഒരു ഓൺലൈനിലുള്ള ഒരു ഏതെങ്കിലും ഒരു ക്വിക്കിംഗോ പ്രിൻ്ററോ പോലെയുള്ള ഒരു സപ്ലയറിനെ നമ്മൾ കണ്ടെത്തിയതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ സപ്ലൈസിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ചെറിയ സപ്ലൈസ് ഒക്കെ നമുക്ക് കിട്ടും. ഈവൻ നമ്മളുടെ ലോക്കൽ റേഞ്ചിൽ തന്നെ നമ്മളുടെ ലോക്കൽ സിറ്റി തന്നെ ചിലപ്പോൾ ഇതേ മെത്തേഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ആയിട്ടൊക്കെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇനിഷ്യൽ ടൈമിൽ നിങ്ങൾക്ക് ഇൻവെൻട്രിയിൽ 1 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലും ഇല്ലാതെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വാലിഡേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു പോയിന്റ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഇത് തന്നെയാണ്. പിന്നെ വേറൊരു നെഗറ്റീവ് പറയാൻ ഉള്ളത് നമുക്ക് ക്ലോത്തിൻ്റെ ക്വാളിറ്റി
നമുക്ക് കുറച്ചുകൂടെ കൂട്ടണമെന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷൻ ഇല്ല. അപ്പോൾ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് സപ്ലൈസിൻ്റെ ഉള്ള ഒരു കൈൻഡ് ഓഫ് ഇപ്പോൾ ഒരു പറയുകയാണ് 160 GSM അല്ലെങ്കിൽ 180 GSM ഇന്ന കൈൻഡ് ഓഫ് ക്ലോത്താണ് നമ്മളിലുള്ളത്. അപ്പോൾ നമുക്ക് വേറെ ഒരു ബെറ്റർ ആയിട്ടൊരു ക്ലോത്തിലോട്ട് മുന്നോട്ട് പോകണമെങ്കിലും നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ അവർ തരില്ല. അത് നമ്മൾ ഡയറക്റ്റ് ഏതെങ്കിലും നല്ല മാനുഫാക്ചറിൻ്റെ അടുത്ത് പോയി തന്നെ നമ്മളത് ബിൽഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നെഗറ്റീവ്സ് ഉള്ളത്. ഈവൻ ദോ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കത് കവർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. നമുക്ക് അത്ര ഒരു പ്രശ്നങ്ങളില്ലാത്തൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നാണ് എൻ്റെ ഒരു അസംഷൻ. കാരണം മറ്റേ ഒരു ഹോം ബേസ് പ്രോഡക്ട്സ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. കാരണം ഒരു ഇന്ത്യ മാർട്ട് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മളൊരു സപ്ലയറിനെ ആദ്യം കണ്ടെത്തണം. അതൊരു വലിയൊരു പാടാണ്. പിന്നെ ഏതെങ്കിലും ഒരു സപ്ലയറിനെ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ മിക്ക സപ്ലയേഴ്സും ഓക്കെ ഡ്രോപ്പ് ഷിപ്പിംഗ് നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയുന്നെങ്കിലും മേ ബി ചിലപ്പോൾ ഒരു 10-25 യൂണിറ്റ്സ് ഒക്കെ അവരെ ആദ്യം ബുക്ക് ചെയ്യേണ്ടി വരും. അവർക്ക് ആദ്യം ആ കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരു അനോണിമസ് ആയിട്ട് ഒരാൾക്ക് നമ്മൾ കാശ് കൊടുക്കുകയാണ്. അതിനൊരു ഇടയിൽ നമുക്കൊരു ഓട്ടോമേഷൻ ചെയ്യാനോ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ അവർ അയക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റില്ല. മീൻസ് നമുക്ക് സാമ്പിളൊക്കെ എടുത്താലും പിന്നെ അങ്ങോട്ട് അയക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസ് ചിലപ്പോൾ അത് മോശമാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് വരുമ്പോൾ നിങ്ങളൊരു ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരെ ഒരു സാമ്പിൾ എടുത്ത് നോക്കാം. നിങ്ങൾക്ക് വേണ്ടി ഡയറക്റ്റായിട്ട് ഒരു സാമ്പിൾ എടുത്ത് നിങ്ങൾക്കത് യൂസ് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണ് മീൻസ് എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത്, അങ്ങനെയൊക്കെയുള്ള പിന്നെ പ്രിൻ്റ് ക്വാളിറ്റി, ക്ലോത്ത് ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അഡ്വാൻറ്റേജ് പ്രിൻ്റ് ഓൺ ഡിമാൻഡിലുണ്ട്. ഈ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ RTO കേസസ് വരുമ്പോൾ പ്രിൻ്റ് ഓൺ ഡിമാൻഡിൽ RTO വരെയാണ്. ഇപ്പോൾ നമുക്കൊരു COD ഓർഡർ പോയിട്ട് RTO വരാണെങ്കിൽ അത് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് സപ്ലൈസ് തന്നെ അത് നമ്മളെ കീപ്പ് ചെയ്യും. വൺസ് അത് നമുക്ക് RTO വരുന്ന പ്രോഡക്ട്സ് വൺസ് നമുക്ക് വേണമെങ്കിൽ അത് വേറൊരു കസ്റ്റമർ സെയിം പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് റീപാക്ക് ചെയ്ത് വിടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് നമുക്ക് തന്നെ തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻസും ഇവരെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യവും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആക്ച്വലി ഇത് എവിടെ ഇരുന്ന് വേണോ നമുക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് റൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ്. അത് പക്ഷേ സ്കെയിലബിലിറ്റി ഇല്ല, അതിനൊരു പ്രോഫിറ്റബിലിറ്റി കുറവാണ്. ഒരു സപ്ലയറുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് വാലിഡേറ്റ് ചെയ്തതിന് ശേഷം ബിസിനസ് കുറച്ച് എക്സ്പാൻഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് മാനുഫാക്ചറിൻ്റെ അടുത്ത് പോയിട്ട് സെയിം കൈൻഡ് ഓഫ് ക്ലോത്ത് തന്നെ നിങ്ങൾ പ്രിൻ്റ് ഓൺ ഡിമാൻഡിൽ കൊടുക്കുന്ന സെയിം കൈൻഡ് ഓഫ് ക്ലോത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ക്ലോത്ത് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് മാനുഫാക്ചേഴ്സുമായിട്ട് അത് മുന്നോട്ട് പോകാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് പ്രോഫിറ്റബിൾ ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ബിൽഡ് ചെയ്യാനാണ് നമ്മളൊരു പ്രിൻ്റ് ഓൺ ഡിമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമുക്ക് വളരെ എന്താ പറയുക വലിയ റിസ്ക് ഒക്കെ എടുക്കാതെ തന്നെ നമുക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ഡ്രോപ്പ് ഷിപ്പിങ്ങിലുണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഈ നെഗറ്റീവ്സ് നമുക്കത് ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് ബിസിനസ് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ റിസ്ക് എടുക്കുന്നതിനേക്കാൾ ഇങ്ങനെയുള്ള ചെറിയ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് കവർ ചെയ്ത് പോകുന്നതേ ഉള്ളൂ.